ഡിയറീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഉപ്പും തേനും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫുഡിനെ പറ്റിയിട്ടാണ്. അതുപോലെ ഇന്നത്തെ ഡേ സ്പെഷ്യൽ ഡേ ആണ്. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ പോയി കണ്ടാലോ. അപ്പോൾ ആദ്യം നമുക്ക് എഗ് റോസ്റ്റിന് വേണ്ടത് ഓണിയൻ ചോപ്പ് ചെയ്തത്, ചില്ലി രണ്ടായിട്ട് പീസ് ചെയ്തത്, പിന്നെ കറി മസാല, കോക്കനട്ട് മിൽക്ക്, ഷുഗർ, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ എന്തായാലും എഗ് റോസ്റ്റിന് എഗ്ഗ് വേണം. അപ്പോൾ തന്നെ ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, അത് ബോയിൽഡായി വരട്ടെ. അപ്പോൾ നമുക്ക് ആദ്യം എന്തായാലും ചീനിച്ചട്ടി ചൂടാക്കുക, എണ്ണ ഒഴിക്കുക. ഇതിലെന്തെന്നൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓണിയൻ ഇട്ട് വഴറ്റുക. വഴറ്റുക എന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് വഴന്ന് വരണം, പച്ചപ്പ് ഒന്ന് മാറണം. അതുപോലെ തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇടും, മുളക് പൊടി ഇടും കേട്ടോ. ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു ചവർപ്പ് മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ മുട്ട വെന്തിട്ടുണ്ട്, സ്റ്റൗ ഓഫ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപ്പിട്ടിട്ട് ഓണിയൻ നന്നായിട്ട് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓണിയൻ നന്നായിട്ട് വഴന്ന് വരും കേട്ടോ. അപ്പോൾ ഈ മഞ്ഞളിൻ്റെ ചവർപ്പ് മാറാനും പിന്നെ ഈ ജസ്റ്റ് ഓണിയൻ ഒന്ന് ആ ഒരു പച്ചപ്പ് മാറാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ശകലം എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വെള്ളമാണ് കേട്ടോ ഒഴിക്കേണ്ടത്. വെള്ളം ഒഴിച്ചത് വേവിക്കണം. അപ്പോൾ ഞാനിവിടെ പച്ചവെള്ളമാണ് ഒഴിച്ചത്. സാധാരണ ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. പക്ഷെ ഞാനിവിടെ പച്ചവെള്ളം ഒഴിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. വെള്ളം ഇച്ചിരി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, മുളക് പൊടി നേരത്തെ ഇടണമെന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? അത് ഒരു ടീസ്പൂണോ അര ടീസ്പൂണോ മതി. നമ്മുടെ എരിവ് അനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ ഇടാൻ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നോർമൽ മുളക് പൊടിയാണ് ഇട്ടത്. ഇച്ചിരി എരിവുണ്ട്, അപ്പോൾ 1 ടീസ്പൂൺ ഇട്ടോളൂ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് ഈ വെള്ളം ഒന്ന് ചൂടായ ശേഷം മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ. എന്ന് വെച്ചാൽ നന്നായിട്ട് തീ കൂട്ടിയിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അത് ഒതുക്കി വെക്കുക. അടച്ച് വെക്കാൻ ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ എടുത്ത ക്വാണ്ടിറ്റിയിലാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ അടച്ച് വെച്ച് വേവിക്കണമെന്നില്ല. അല്ലാതെ ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കണം, അടച്ച് വെച്ച് വേവിച്ചോളൂ. അപ്പോൾ വേവിച്ച് എടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിന് വെന്ത് വരണം. എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് കട്ടിയാവാതെ ഒരു മീഡിയം സൈസിൽ തിളച്ച് ഒതുങ്ങിയിരിക്കുന്ന രീതിയിൽ എടുക്കണം. അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ, ഗ്യാസ് ഓഫ് ചെയ്യണം. ഗ്യാസ് ഓഫ് ചെയ്യണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കഴിഞ്ഞു. നമ്മൾ ഈ മസാല ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണിത്. കാരണം മുട്ടക്കറിക്ക് അതിന് വേണ്ടിയുള്ള മസാല ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ആ സമയത്ത് തണുക്കാനിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട എന്താണ് വരഞ്ഞ് വെക്കുക. മസാല അതിനുള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ നേരത്തെ 3 മുട്ടയായിരുന്നു, ഇപ്പോൾ 2 മുട്ട. അതിലൊരെണ്ണം ആദ്യം അടിച്ചു മാറ്റി ഞാൻ പുറകെ പോയി അവൾ കഴിക്കുന്നത് വീഡിയോ എടുത്ത് കേട്ടോ. മുട്ട കൊതിച്ചാണ് അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, മസാല തണുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ ഉറപ്പായിട്ടൊരു ചട്നി പരുവത്തിലായിരിക്കും വരുന്നത്. ഈ ചട്നി പരുവത്തിലുള്ള ഈ സോഫ്റ്റായിട്ടുള്ള ഒരു ഗ്രേവി ആയിട്ട് കിട്ടും. ഇനി വേണം നമുക്ക് എഗ് റോസ്റ്റ് ഉണ്ടാക്കാൻ കേട്ടോ. ഇത് എൻ്റെ രീതിക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള പ്രത്യേകതകളും ഇതിൽ കാണും. അപ്പോൾ ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ കറിച്ചട്ടിയിലാണ്, മൺചട്ടിയിലാണ് ഞാൻ എഗ് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ചൊരു ടേസ്റ്റ് ഉണ്ടാക്കും. ഇപ്പോഴും പോലെ എണ്ണ ഒഴിക്കുക, കടുക് വറ. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, പെരുജീരകം ഇടുക കേട്ടോ. പെരുജീരകം ഇട്ട് അതും കടുക് വറ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രീൻ ചില്ലി ആണല്ലോ, അതും ഇട്ടിട്ട് വീണ്ടും കടുക് വറുക്കുക. അങ്ങനെ കടുക് വറുത്ത ശേഷം എല്ലാം പൊട്ടി കഴിഞ്ഞതിന് ശേഷം ഈ മസാല ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മുടെ തവി കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇതേപോലെ ഇങ്ങനെ റൗണ്ടിന് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് അത് കുറച്ചുകൂടെ കുറുകി വരും. നമ്മൾ എത്രത്തോളം ഇളക്കി കൊടുക്കുക അത്രയും കുറുകി വരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ആ ഒരു എത്ര തിക്നെസ് വേണമെന്ന് ഇതുപോലെ തിക്നെസ് ആണ് അതുവരെ ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കണം. കണ്ടില്ലേ, ഇങ്ങനെ ഒഴുകി വരുന്ന രീതിയിൽ ഇത്രയും തിക്നെസ്സായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ ഇളക്കി കൊടുക്കുക. വീണ്ടും ഞാൻ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര പരുവത്തിനാകും ചിലർക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത്രയും തിക്നെസ് വേണം മുട്ട റോസ്റ്റിന്. ഓക്കെ,
അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് മല്ലിപ്പൊടി ഇടുക. മല്ലിപ്പൊടി ഇടുക ഇച്ചിരി മതി കേട്ടോ മല്ലിപ്പൊടി. അത് മല്ലിപ്പൊടിയും പിന്നെ ഇടുന്നത് ഈ മസാലപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടി ഇടുന്നത് വെച്ചാൽ കുറച്ചുകൂടെ ടൈറ്റ് ആകും. ഗ്രേവി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ടൈറ്റ് ആകും. അതിനുവേണ്ടിയാണ് മല്ലിപ്പൊടി ഞാൻ ഇടുന്നത്. പിന്നെ ഞാൻ ഇട്ട മസാലപ്പൊടി എന്ന് പറയുമ്പോൾ മുട്ട മസാലയോ ചിക്കൻ മസാലയോ ഒന്നുമല്ല, ഗരം മസാലയാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ എന്തൊക്കെ മസാല പൊടികൾ ഇട്ടു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇത്രയും മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അധികം ഒരുപാട് മസാലകളൊന്നും വാരി കുളമാക്കുന്നില്ല. ഇത്ര മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ വരഞ്ഞ് വെച്ചിരിക്കുന്ന എഗ്ഗ് ഇട്ടിട്ട് വീണ്ടും ഇതിനെ മിക്സ് ചെയ്ത് നന്നായിട്ട് പുരട്ടിയെടുക്കണം കേട്ടോ. പുരട്ടിയെടുക്കുന്ന രീതിയിൽ എടുക്കണം. പുരട്ടിയെടുത്ത് ഈ വരഞ്ഞ് വെച്ചിരിക്കുന്ന അതിനകത്തേക്ക് മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് നമുക്കിനി അടുത്ത ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോഴത്തേക്കും ഒരു ഇച്ചിരി മതി, ഒരുപാട് വാരി ഒഴിക്കലും ആ ഒരു എന്ന് വെച്ചാൽ ആദ്യത്തെ ഒന്നാം പാലില്ലേ അത് തന്നെ മതി, അല്ലാതെ രണ്ടാം പാലും മൂന്നാം പാലൊന്നും വേണ്ട. ആ ഒന്നാം പാലിൽ അത്രയും കട്ടിയുള്ള ഒരു ഇച്ചിരി മതി. പിന്നെ ഞാൻ ഇപ്പോൾ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പഞ്ചസാര ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര. ഒരുപാട് പഞ്ചസാര വാരി ഇടരുത്, അവസാനം ഇതൊരു മധുരക്കറിയായിട്ട് മാറും. അതുകൊണ്ട് ഒരു ചെറിയൊരു നുള്ള് പഞ്ചസാര ഇട്ട് എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് എന്നിട്ട് അടച്ച് വെക്കുക. അപ്പോഴേക്കും ഗ്യാസ് ഓഫ് ചെയ്തോളൂ. ആ ചട്ടിയുടെ ചൂടിൽ അത് വെന്തോളും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാലപ്പം ഉണ്ടാക്കണം. പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ച് പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റെസിപ്പി പറയുന്നില്ല. നമുക്ക് മെയിനായിട്ട് മുട്ട റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ പാലപ്പത്തിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയിൽ പാലപ്പം എങ്ങനെ ഉണ്ടാക്കുമെന്ന് ഞാൻ ഇടാം. ഇപ്പോൾ എന്തായാലും പാലപ്പം ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ ഇതിൽ പറയുന്നില്ല. അപ്പോൾ ഞാൻ ഒറ്റ കയ്യിലാണ് കേട്ടോ ഈ മാവ് ഒഴിക്കുന്നതും ചുറ്റിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കണം. ഇവർക്ക് ഇത്രയും അറിയാനായിട്ട് ഒരു പാലപ്പം ഇങ്ങനെ ചുറ്റിക്കാൻ അറിയത്തില്ലെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഒരു കയ്യിൽ മൊബൈൽ പിടിച്ച് ഷൂട്ട് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് ഞാനങ്ങനെ ഒന്ന് മൊരിച്ചെടുത്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്ന് മുരിക്കാതെ എടുത്തതിന് ഭയങ്കര സോഫ്റ്റായിരുന്നു കേട്ടോ. മുരിക്കാതെ എടുത്ത അപ്പത്തിന് ഇതുപോലത്തെ ഈ അപ്പത്തിന് നല്ല സോഫ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ 3 അപ്പം ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത കോമ്പിനേഷൻ വരുന്നത് കോഫിയാണ് കേട്ടോ. ചൂട് കോഫിയാണ്. അപ്പോൾ സാധാരണ നമ്മൾ പാല് തിളപ്പിച്ചിട്ട് അതിനകത്ത് കോഫിയും ഷുഗറും ഇടാൻ ചെയ്യും. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവർ ആരൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ കോഫി പൗഡർ ഇട്ടു. എനിക്ക് നല്ല കടുപ്പത്തിൽ വേണം കേട്ടോ കോഫി. അതുപോലെ തന്നെ പഞ്ചസാര ഇച്ചിരി ഒരു ആവശ്യത്തിന്, എനിക്ക് ഒരു ഓവറായിട്ട് പഞ്ചസാര ആവശ്യമില്ല. ഇത്രയും പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഈ പാല് ഒഴിക്കുന്ന വീഡിയോ ഞാൻ എടുത്തായിരുന്നു കേട്ടോ. പക്ഷേ അത് പ്ലേ ചെയ്ത് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട സ്വിച്ച് അമർത്തിയില്ല. അപ്പോൾ അത് ഫ്ലോപ്പായിപ്പോയി. അപ്പോൾ എന്തായാലും ഞാൻ കോഫി എന്തായാലും പ്രിപ്പയർഡ് ആയത് വീണ്ടും ഒന്നുകൂടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഒഴിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പതപ്പിച്ച് നമുക്ക് കോഫി ഒഴിക്കുന്നത് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ആരൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ കോഫി അപ്പവും മുട്ട റോസ്റ്റുമാണ് ഈസ്റ്ററിൻ്റെ ഡിന്നറിന് ഞാൻ കഴിച്ചത്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ കഴിച്ചെന്നുള്ളത് എനിക്ക് കമൻറ്റ് ചെയ്തേക്കണം. ഓക്കെ, ബൈ.